സർ, ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആളൂരിനെ എല്ലാവർക്കും അറിയാം, ഇരയോടൊപ്പമല്ല പ്രതികളോടൊപ്പമാണ് എപ്പോഴും നിന്നിരുന്നത്. പല വിവാദമായ കേസുകളിലും പ്രതികൾക്കൊപ്പം നിന്ന് വാദിക്കുകയും അതോടൊപ്പം തന്നെ പല വിമർശനങ്ങൾക്കും അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് ആളൂർ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക വൃത്തി അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം സാധാരണ ഒരാളുടെ മരണത്തിൽ നമ്മളെല്ലാവരും വേദനിക്കുന്നുണ്ട് അല്ലേ, വേദനിക്കും, അത്തരത്തിലാണ്. പക്ഷെ ഒരാളുടെ മരണത്തിൽ പോലും വിമർശനങ്ങളും വിദ്വേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വായിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിൽ കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരികയുള്ളൂ. കാരണം വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞത്, ഒരാൾ മരിക്കുന്നതോടെ അയാളുടെ തിന്മകൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടുന്നു, എന്നാൽ നന്മകൾ അവശേഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. പക്ഷേ ആളൂരിൻ്റെ കാര്യത്തിൽ അത് തുലവും വ്യത്യസ്തമാണ്. കാരണം വ്യത്യസ്തനായിട്ടുള്ള ഒരു വക്കീലായിരുന്നു, അഭിഭാഷകനായിരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഹി വാസ് എ ഡെവിൾസ് അഡ്വക്കേറ്റ്, ചെകുത്താൻ്റെ അഭിഭാഷകനായിരുന്നു. അതുതന്നെയാണ് അത് കാര്യം. മഹാത്മാഗാന്ധി ഒരു വക്കീലായിരുന്നു. അദ്ദേഹം എടുത്ത ഒരു ആദർശം എന്ന് പറഞ്ഞാൽ, ഐ ആം എ ലോയർ ബട്ട് ഐ ആം നെവർ എ ലയർ. ലയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലൈ പറയുന്ന ആൾ, കള്ളൻ. എനിക്ക് അഭിഭാഷകനാവാൻ പറ്റും, പക്ഷേ എനിക്ക് കള്ളനാവാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് ബോധ്യമായ സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള കള്ളങ്ങൾ പറയാൻ സാധിക്കില്ല. പ്രായോഗികമായിട്ടതൊന്നും നടപ്പുള്ള കാര്യമല്ല. മിക്കവാറും അഭിഭാഷകർ അവരുടെ ഫീസ് കിട്ടാനായിട്ട് കള്ളങ്ങളൊക്കെ പറയാറുണ്ട്, കള്ളങ്ങൾ പറയാനുണ്ട്. പിന്നെ ലോയേഴ്സ് ആർ മോസ്റ്റ്ലി ലയേഴ്സ്. അത് മാത്രമാണ്. രണ്ട് പക്ഷങ്ങളുണ്ടാവില്ലല്ലോ സത്യത്തിന്, ഒരു സത്യമേ ഉണ്ടാവും. അപ്പോൾ പ്രതിഭാഗം വക്കീൽ, അതുപോലെ തന്നെ വാദിഭാഗം, അതിലൊരാളായിരിക്കും സത്യം പറയുന്നത്, മറ്റേത് കള്ളവുമായിരിക്കും. അപ്പോൾ വാദങ്ങളാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് കോടതി നോക്കുന്നത് ന്യായമാണ്, സത്യം കള്ളം ഇത് അല്ല, തെളിവുകളാണ്. അതവിടെ ഇരിക്കട്ടെ. ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് 100% തെറ്റാണെന്നുറപ്പുള്ള, ക്രൈമാണെന്നുറപ്പുള്ള കേസുകളിൽ പോയിട്ട് ആ പ്രതിക്ക് വേണ്ടിയിട്ട് പ്രതിയുടെ അച്ചാരം കൂടാതെ തന്നെ, പ്രതി നിയോഗിക്കാതെ തന്നെ താൻ അതിന് നിയുക്തനായ വ്യക്തിയാണെന്നുള്ള മട്ടിൽ ചെന്നിട്ട് ലൂസിഫറിനെ പോലെ അല്ലെങ്കിൽ സാത്താനെ പോലെ തന്നെ വാദിക്കാൻ കോപ്പുകുട്ടി മുന്നിലെത്തും. കേരളീയ മനസാക്ഷി നുറുങ്ങിച്ച് മരവിച്ചു പോയ, കേരളത്തിൻ്റെ ഹൃദയം മരവിച്ചു നിന്ന അതിദാരുണമായിട്ടുള്ള ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാൻ പോയതാണ് ഇദ്ദേഹത്തെ ഇത്രയും അപ്രിയനാക്കി, ജനവിരുദ്ധനാക്കി കേരളത്തിൽ മാറ്റിയത്. കാരണം ആ പാവം പെൺകുട്ടി ആ ട്രെയിനിൽ പോകുന്നു, ആരും സഹായിക്കാനില്ല. അവളെ ബലാത്സംഗം ചെയ്തത് കൂടാതെ, അവളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് ബലാത്സംഗം ചെയ്തത് കൂടാതെ വാതിക്കൽ നിന്ന് പിടിച്ച് വെളിയിലേക്ക് എറിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ആ പെൺകുട്ടി മരിച്ചു. പക്ഷേ കോടതിയിൽ ഇയാൾ വാദിച്ചതെന്താ? ബലാത്സംഗം ചെയ്തല്ല ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടത്, വധശിക്ഷ കിട്ടേണ്ട ഒരു കുറ്റം. അങ്ങനെ ശരിയാണ്, നിയമപ്രകാരം ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ മരണം സംഭവിച്ചത്, അത് കഴിഞ്ഞാണ്. അതുകൊണ്ട് തെളിവ് ഈ പ്രതി, ഈ ക്രൂരനായ പ്രതിക്ക് അനുകൂലമായി മാറി എന്നതുകൊണ്ട് തന്നെ ആളൂരിൻ്റെ ഒരു വധശിക്ഷ, കിട്ടേണ്ട ഒരു വധശിക്ഷ അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ പെരുമ്പാവൂർ കൊലക്കേസ്, അവിടെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ബംഗ്ലാദേശിയായിട്ടുള്ള ഒരാൾ ആ പെൺകുട്ടിയെ പിന്തുടർന്ന് നടത്തിയ അബലയായ ഒരു പെൺകുട്ടിയെ പിന്തുടർന്ന് നടത്തിയ ബലാത്സംഗം, അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം, അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി അവൻ ചെയ്ത വശംകെട്ട, മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള കേരളത്തിനെ ആകെ ഉലച്ച സംഭവങ്ങൾ. അതുപോലെ തന്നെയാണ് ഇലന്തൂരിൽ നടന്ന മന്ത്രവാദം. അവിടെ ഒന്നല്ല, ഒന്നിലേറെ പേര് കൊല്ലപ്പെട്ടു മന്ത്രവാദത്തിൻ്റെ പേരിൽ. അവരുടെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന ഒരു അറബി മാന്ത്രികൻ്റെ വാക്കുകൾക്ക് വിധേയമായിക്കൊണ്ട് കൊലപാതക പരമ്പര തന്നെ നടന്നപ്പോൾ അതിന് പിന്തുണയുമായിട്ട് അന്ധവിശ്വാസത്തിനും അതുപോലെ തന്നെ കുറ്റകൃത്യത്തിനും ജോളിയുടെ കേസ്, കൂടത്തായി കേസ്, ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നടന്നത്. പലപ്പോഴും ഏറ്റെടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതികൾക്ക് വേണ്ടിയിട്ട്, അത് അങ്ങോട്ട് ചെന്ന് പറഞ്ഞ്
എടുക്കുന്ന തരത്തിലാണ് ചെല്ലുന്നത്. അടിയൻ രക്ഷിപ്പോമെന്ന് പറഞ്ഞ് ചാടി അങ്ങ് വീഴുകയാണ് ഈ കേസുകളെല്ലാം. അതുകൊണ്ടാണ് അദ്ദേഹം അത്രമാത്രം അപ്രിയനായത്. ഒരു പ്രശസ്തനാവാനുള്ള ഒരു തരത്തിലായിരുന്നു പോക്കല്ലേ. പ്രശസ്തന അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അങ്ങനെ, അല്ലെങ്കിൽ മനസാക്ഷിയുള്ള ഒരു വക്കീൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിൽ ഈ കമൻറ്റുകളിൽ ചില അഡ്വക്കേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പരിചയമുള്ളവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ നേരിട്ടറിയാവുന്ന അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം നല്ലൊരു ക്രിമിനൽ ലോയറാണ്. പോലീസിനല്ല, സർക്കാരിൻ്റെ പ്രോസിക്യൂഷനെ പോലും അതിൻ്റെ ലുക്ക് ഹോള് പോലും മാറ്റിയെടുത്തുകൊണ്ട് പ്രതികൾക്ക് അനുകൂലമായ വിധി വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വക്കീലായതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്നവർക്ക് വേണ്ടിയിട്ട് സാർ എന്താ പറയുന്നത്? ഒരു വക്കീൽ എന്ന് പറയുന്നത്, ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കൂ, ഒരു വക്കീലെന്ന് പറയുന്നത് ബ്രില്യൻസ് വേണം, തീർച്ചയായിട്ടും വേണം, നിയമം അറിഞ്ഞിരിക്കണം, അത് ഉദ്യോഗത്തിലുണ്ട്. പക്ഷേ സർവോപരി വേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യത്വം എന്ന് പറയുന്ന, മാനവികത എന്ന് പറയുന്ന ആ വികാരം ഉപേക്ഷിച്ചുകൊണ്ട് വക്കീലായിട്ട് ഈ ബ്രില്യൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണം മാത്രമായിട്ട് തീരുകയാണ്. അതാണോ വേണ്ടത്? ഇപ്പം നാളെ അപ്പോൾ AI ചിലപ്പോൾ അഭിഭാഷകരായിട്ട് വരും. ഉണ്ടാവുന്ന പലവിധ മാനുഷികത ഉണ്ടാവില്ല, നിയമം വ്യാഖ്യാനിക്കും, അതല്ല വേണ്ട. ഒരു ഉദാഹരണത്തിന് ഞാനൊരു CBI കേസ്, കേരളത്തിൽ നടന്ന കേസ് തന്നെ പറയാം. മധ്യ തിരുവിതാംകൂറിൽ നടന്ന കേസിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. അവിടെ ഒരു ബലാത്സംഗ കേസ്, ഒരു പിഞ്ചു കുട്ടിയല്ല, കുറച്ച് പ്രായമായ കുട്ടിയാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടി തന്നെ, പോക്സോ കേസ് തന്നെ ആവേണ്ടതാണ്. ആ പെൺകുട്ടി അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഏറെ നാൾ ആശുപത്രിയിൽ കിടന്നു. പോലീസിനൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത്. ഒരുപാട് വിവാദങ്ങൾ അതേക്കുറിച്ചുണ്ടായി. ഒരു VIP വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അസുഖം കൂടിയെന്ന് പറഞ്ഞൊക്കെ വാദങ്ങൾ വന്നു. അവസാനം കേരള പോലീസിനെ കൊണ്ട് കഴിയാതെ വന്നപ്പോൾ പലതരം വ്യാഖ്യാനങ്ങളുണ്ടായി, പലതരം അപവാദങ്ങളുണ്ടായി, ഇതൊക്കെ ഉണ്ടായി. അവസാനം CBI കേസ് എടുത്തെടുത്തു. അതിലെ ഏറ്റവും ഉയർന്ന സീനിയറായിട്ടുള്ള CBI ഉദ്യോഗസ്ഥൻ, അതിൻ്റെ ഹെഡ്, മേധാവി അന്വേഷിച്ചു, അതിൻ്റെ സത്യം കണ്ടെത്തി. ആ സത്യം കണ്ടെത്തി. പക്ഷേ ഒരിക്കലും കോടതിയിൽ ആ സത്യം അദ്ദേഹം പറഞ്ഞില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് മനുഷ്യത്വമുള്ളതുകൊണ്ട്. എന്തായിരുന്നു ഇതിലെ സത്യം? ഈ സത്യമെന്ന് പറയുന്നത്, ആ പെൺകുട്ടി മരിച്ചു, ഇനി ജീവൻ എടുക്കാൻ, അതിൻ്റെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ആ പ്രതിയും മരിച്ചു. അദ്ദേഹം കണ്ടെത്തിയ പ്രതി, ആ അന്വേഷണത്തിലൂടെ തെളിവുകൾ സഹിതം കണ്ടെത്തിയ പ്രതിയും മരിച്ചു. അദ്ദേഹത്തിനെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നതുകൊണ്ടല്ല, രണ്ടുപേരും മരിച്ചിനിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചല്ല. അവിടെ കുടുംബത്തെ ബാധിക്കുന്ന, ആ കുടുംബത്തിൻ്റെ ഭാവിയിലുള്ള എല്ലാ ബന്ധങ്ങളും കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി. സംഭവമായിരുന്നു അത്. ആ പ്രതിയുടെ പേര് വെളിപ്പെടുത്തിയാൽ കുടുംബം അപമാനത്തിലാവും. ആരാണെന്നോ ആ പ്രതി? ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ് പ്രതിയായിട്ട് വരുന്നത്. അതൊരു ഇൻസസ്റ്റാണ്, പാടില്ലാത്ത ഒന്നാണ്. ആ കുടുംബത്തിനും ഭാവി മരിച്ചവർക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവർക്കും ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും കുഴപ്പമാണെന്ന് കരുതി മനഃപൂർവ്വം തനിക്ക് ഒരു അവാർഡ് വരെ കിട്ടാവുന്ന, പ്രൊമോഷൻ കിട്ടാവുന്ന, സൽപ്പേര് കിട്ടാവുന്ന, ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി കിട്ടാവുന്ന ഒരു കേസിൽ അദ്ദേഹം സ്വയം ഒരു ത്യാഗം അനുഭവിച്ചുകൊണ്ട് ആ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതാണ് മനുഷ്യത്വം. അയാൾ ഇൻ്റലിജൻ്റ് അല്ലാഞ്ഞിട്ടാണോ, ബ്രില്യൻസ് ഇല്ലാഞ്ഞിട്ടാണോ? മനുഷ്യത്വം വർക്ക് ചെയ്യണം. ഇവിടെ നമ്മളുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഏതൊരു പ്രതിക്കും വക്കീലിനെ വെച്ച് വാദിക്കാനുള്ള ഇതുണ്ട്. അവരുടെ ഓരോ കൊലപാതകമാണെങ്കിലും അവർ ഏത് തെറ്റ് ചെയ്താലും അതിനകത്ത് എന്തൊക്കെയുണ്ട്, അല്ലെ അതിനകത്തെ സത്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഊരി പോരാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമം, നമ്മളുടെ ഇന്ത്യൻ നിയമം പ്രതികൾക്കൊപ്പം ചില കാര്യങ്ങൾ നിൽക്കും. കാരണം നീതി ദേവത കണ്ണടച്ചുകൊണ്ട് തന്നെയാണ് നിയമം നടപ്പിലാക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു ബലാത്സംഗം ചെയ്തതാണെങ്കിലും അത് എങ്ങനെ, എത്തരത്തിൽ ഇതൊക്കെ കീറി മുറിച്ച്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രതിയുടേതായ എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ, പ്രതിക്ക് അതിൽ ഊരിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിധി കുറച്ച് ഇളവ് വരുത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് നടത്തണം എന്നുള്ള തരത്തിലാണ് ആളൊരു 1-2 ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്രയധികം അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടും കോടതിയിലെ കേസുകളായിട്ട് വർഷങ്ങളോളം ഇപ്പോഴും കിടക്കുന്ന കേസുകളുണ്ട്. ബലാത്സംഗം കുറയുന്നില്ല, കേരളത്തിലും കുറയുന്നില്ല, ഇന്ത്യയിലും കുറയുന്നില്ല. പട്ടാപ്പകൽ പോലും ക്രൂരമായ ബലാത്സംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ
സ്ഥലങ്ങളിൽ ഒരൊറ്റ ബലാത്സംഗം പോലും നടക്കില്ല. ഫുൾ പ്രൂഫ് 100%. കാരണം എന്താണ്? ബലാത്സംഗ കേസിലെ പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരാതി നോക്കത്തില്ല. ഗില്ലറ്റിനിങ് ആണ്. പരസ്യമായിട്ട് പൊതുസ്ഥലത്ത് കൊണ്ടുവച്ച് കഴുത്ത് വെട്ടി കളയുക. അതുകൊണ്ട് ഒരൊറ്റ എൻ്റെ മകൾ ഉൾപ്പെടെ ഏത് പെൺകുട്ടിക്കും വേണമെങ്കിൽ അവിടെ സ്വൈര്യമായിട്ട് ഏത് പാതിരാത്രിയിലും റോഡുകളിലൂടെ ഏത് റോഡിലൂടെയും നടക്കാം. ഒരു പുരുഷനും തൊടാൻ സമ്മതിക്കില്ല. ആ പേടി അവിടെ ഇവിടില്ല. അതെ അതെ, ആളൂർ പറഞ്ഞ ഒരു കാര്യമാണ്, പൊതുവെ പറഞ്ഞ ഒരു കാര്യമാണ് ഇളവുകൾ, അല്ലെങ്കിൽ ഇതിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ എന്തെങ്കിലും ഇളവുകൾ കിട്ടാൻ ഒരു പ്രതിക്ക് സഹായമാകുന്ന തരത്തിലാണ് ഞാൻ വാദിക്കുന്നത് എന്നുള്ള തരത്തിൽ. ശരിയാണ്. തീർച്ചയായിട്ടും പട്ടിണി മൂലം ഒരാൾ കുറച്ച് അരി കട്ടാൽ തീർച്ചയായിട്ടും പഴുതുകളിലൂടെ അയാൾക്ക് രക്ഷിക്കണം. അതാണ് മനുഷ്യത്വം. അത് രക്ഷിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. അതായത് ഈ വക്കീലന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ചില മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി. പിന്നെ എന്താ, സ്വന്തം ഭാര്യയെ കൺമുന്നിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു. അപ്പോൾ ഒരു ഭർത്താവ് ഒരു കൊലപാതകിയായി മാറുന്നു. അവിടെ ശരിക്കും പഴുതുകളിലൂടെ ഈ ബലാത്സംഗ കുറ്റവാളിയെ രക്ഷിക്കണം. പക്ഷേ ഇത് ശരിക്കും ഒരു എന്താ പറയുന്നത്, അത് കുറ്റവാളി എന്നുള്ള കുറ്റവാളി മനസ്സിലൊരു കുറ്റവാളിയായിട്ട് സ്വയം തോന്നുന്ന ഒരാൾ, ക്രിമിനലായിട്ട് ജനിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആ DNA-യിൽ തന്നെ ക്രൈമുള്ള ആൾക്കാരുണ്ട്. അതിന് നമ്മൾ സൈക്കോ ഫൈൽ എന്ന് പറയും. അങ്ങനെ സൈക്കോ എന്ന് ചുരുക്കപ്പേരിലും പറയും. ആ സൈക്കോകളായിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കുക തന്നെ വേണം, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ. അങ്ങനെ സൈക്കോ ഫൈലായിട്ടുള്ള ഒരാളാണ് ഈ ഗോവിന്ദച്ചാമി. അദ്ദേഹത്തിന് ഇളവ് കൊടുത്ത് സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ ക്രൈം ആവർത്തിക്കും. അതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഇതുപോലുള്ള നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികൾ അതിന് ഇരകളാക്കപ്പെടും. അതാണ് ആ കാര്യത്തിൽ നമ്മുടെ ഭരണഘടന ശിക്ഷാ നിയമങ്ങൾ, നമ്മുടെ ശിക്ഷാ നിയമത്തിൻ്റെ സ്വത്വം എന്ന് പറയുന്നതും അതിൻ്റെ രത്നച്ചുരുക്കമെന്ന് പറയുന്നതും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിട്ടും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുമുണ്ട്. വാദത്തിൻ്റെയും പ്രതിവാദത്തിൻ്റെയും ഒക്കെ തോതനുസരിച്ച്. അതേസമയം പ്രതികൾ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്നുമുണ്ട്. അത് സംഭവിക്കുന്നുണ്ട്. അതൊരു കുറ്റമറ്റ നീതിന്യായ വ്യവസ്ഥിതിയാണ് എന്ന് ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞ് പുതിയത് വന്നിട്ടുണ്ട്. അപ്പോഴും ഈ പല്ലില്ലാത്ത നിയമങ്ങളാണ്, പഴുതുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് ഭീഷണിയാവുന്നത് നമ്മുടെ ദുർബലകളായിട്ടുള്ള പെൺകുട്ടികൾക്കാണ്. ഭീഷണിയാവുന്ന അവർക്കാണ്. രാത്രി ഇതുകൊണ്ടാണ് പെൺകുട്ടികൾ റോഡിലിറങ്ങി സഞ്ചരിക്കാൻ പഠിക്കുന്നത്, ഒറ്റയ്ക്ക് പോകാൻ പഠിക്കുന്നത്. പിന്നെ സുരക്ഷിതമില്ലായ്മയെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ആളൂരിനെ പോലുള്ള ആളുകൾ ചെയ്ത സാമൂഹിക ദ്രോഹത്തിൻ്റെ ആഴം നമ്മൾ ശരിക്കും ആളൂർ എന്ന വ്യക്തിയെ അല്ല ദ്വേഷിക്കുന്നത്, അദ്ദേഹം ചെയ്ത തെറ്റുകളെയാണ്. അതുതന്നെയാണ് ഭാരതീയ ന്യായ സംഹിതയിലും പറയുന്നത്. നമ്മൾ ആളിനെ അല്ല ശിക്ഷിക്കുന്നത്, ആൾ ചെയ്ത തെറ്റിനെ. ആളൂരിനെ അല്ല നമ്മൾ കുറ്റം പറയുന്നത്, മറിച്ച് അദ്ദേഹം ചെയ്ത തെറ്റുകളെയാണ്. അതുമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തെറ്റുകൾ ബ്രില്യൻസിനെ നമ്മൾ പ്രശംസിക്കുന്നു, പക്ഷേ മനഃപൂർവ്വം ചെയ്ത തെറ്റുകളെ, സമൂഹത്തോട് ചെയ്ത ദ്രോഹത്തെ നമുക്ക് അതിന് മാപ്പ് കൊടുക്കാൻ ഇനി വരുന്ന തലമുറകൾക്കും കഴിയുകയില്ല.